എങ്ങനെയാണ് ഇപ്പോൾ ചൂരൽമലയുള്ളത്, നേരത്തെ എങ്ങനെയായിരുന്നു ചൂരൽമല എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂരൽമല പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അതൊരു അങ്ങാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചൂരൽമല അങ്ങാടിയാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകർ കാണുന്ന ഈ പ്രദേശം. ആ അങ്ങാടിയുടെ പഴയ ചിത്രം ഞാൻ പ്രേക്ഷകർക്കൊന്ന് കാട്ടിത്തരാം. ചൂരൽമല അങ്ങാടി പ്രേക്ഷകർക്ക് കാണുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഈ ചൂരൽമല അങ്ങാടി എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ചൂരൽമല അങ്ങാടി. ഈ ഭാഗത്ത് ഒരു പ്രത്യേകതയുള്ളത് എന്തെന്നാൽ ഇവിടെ സ്കൂളുകളുണ്ട്. ആ സ്കൂളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇതാണ് ആ സ്കൂൾ, GVHS സ്കൂളാണ്. അതിന് തൊട്ടപ്പുറത്ത് ചില കടകളുണ്ട്. ഇവിടെ ഒരുപാട് പള്ളിയുണ്ട്, അമ്പലമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിരിക്കുന്നൊരു പ്രദേശമാണ്. ഇതൊരു ടൂറിസം സ്പോട്ടായിരുന്നു യഥാർത്ഥത്തിൽ ചൂരൽമല. അതിൻ്റെ നേരത്തെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാണ്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഒരു ഭാഗത്ത്, ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷൻ വേറൊരു ഭാഗത്ത്, മനോഹരമായ കാഴ്ചകൾ, നല്ല കോട ഇറങ്ങുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം റിസോർട്ടുകളുമുണ്ട്. ഈ ചൂരൽമലയിൽ നിന്നാണ് പിന്നീട് അട്ടമലയ്ക്ക് പോകുന്നതും ഒപ്പം മുണ്ടക്കൈയിലേക്കൊക്കെ പോകുന്നതും ഈ പ്രദേശത്ത് നിന്നാണ്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ഈ ചൂരൽമല അങ്ങാടിയിൽ ഒരു കാരണവശാലും ഉരുൾപൊട്ടി വരാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പ്രേക്ഷകർക്കറിയാം. കാരണം ആ പ്രദേശം ഒന്നാകെ ഏകദേശം ദുരന്തബാധിത പ്രദേശത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്നതാണ്. ആ 5-6 കിലോമീറ്ററുകൾ അകലെയാണ് മറ്റൊരു ദുരന്തബാധിത പ്രദേശമായ ഈ പുഞ്ചിരി മട്ടമൊക്കെ ഉള്ളത്. ഏകദേശം അത് ഈ ഭാഗത്തേക്ക് വരും. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. നോക്കൂ, ഈ ഞാൻ വരയ്ക്കുന്ന ഈ ഭാഗം, ഇവിടെ നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ ഭാഗമാണ്. നോക്കൂ, ഈ സ്കൂളിൻ്റെ ഭാഗമാണ്. ഈ സ്കൂളിൻ്റെ ഭാഗം ഇപ്പോൾ എങ്ങനെയായി എന്നുള്ള ഒരൊറ്റ ദൃശ്യം മതി ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്കറിയണമെങ്കിൽ. ഇത് സ്കൂളിൻ്റെ മൈതാനമാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ മൈതാനം നമുക്ക് ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എവിടെ വരച്ചെടുക്കാൻ കഴിയില്ല. മൈതാനം നിന്നിരുന്ന ഭാഗത്തേക്ക് പുഴയൊഴുകി വന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരു കാരണവശാലും മൈതാനത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു പുഴയും ഒഴുകി വരാനുള്ള വലുപ്പമുള്ള പുഴ അടുത്തേക്ക് ഒഴുകുന്നില്ല. ആകെയുള്ളത് ഒരു തെളിനീർ ചാല് പോലെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയുടെ ഭാഗം മാത്രമാണ്. നോക്കൂ, അതും ചെറിയ പാറക്കല്ലുകളായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തെളിനീരരുവി എന്ന് നമുക്ക് പറയാം. അതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. അതായത് ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ വിശാലമായ മൈതാനം, ആ മൈതാനത്തെ പൂർണ്ണമായും എടുത്ത് വന്ന ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീതി പ്രേക്ഷകർക്കറിയാം. മാത്രമല്ല ഈ സ്കൂളിൻ്റെ 1-ാം നിലയാകെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഭാഗത്തെ 1-ാം നില പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ നോക്കൂ. സ്കൂളിൻ്റെ കിഴക്കോട്ട് ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത്, ഇവിടെ ഒരു വീട് കാണാം, കുറേ സ്ഥലങ്ങൾ കാണാം, കുറേ കെട്ടിടങ്ങൾ കാണാം. ആ ഭാഗത്ത് ഇപ്പോൾ എന്താണെന്ന് നോക്കൂ, കുറച്ച് മരക്കഷണങ്ങൾ മാത്രമായി തീർന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അത് അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. ഒരു റബ്ബർ ഉപയോഗിച്ച് നിങ്ങൾ മായ്ക്കുന്നത് പോലെ ഒരു പ്രദേശത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് കെട്ടിടങ്ങൾ ഇങ്ങനെ മായ്ക്കപ്പെടുകയാണ്. അതാണ് സ്കൂളിൻ്റെ പരിസരത്തിൽ നിന്ന്. ഇപ്പോൾ ആ ഒഴുക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂ, ഈ പ്രളയം വരുന്നതിന് മുമ്പ് ഈ ഭാഗം നമുക്ക് വേർതിരിച്ചറിയാൻ വളരെ എളുപ്പമായിരുന്നത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു ചെറിയ പാലമാണ്. ആ പാലമാണ് ഈ ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ഒരു കോൺക്രീറ്റ് പാലമുണ്ടായിരുന്നു. ആ കോൺക്രീറ്റ് പാലത്തിൽ ഇതാണ് മറുകരയിലേക്ക് ആളുകൾ പോവുകയും ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ആളുകൾ പോവുകയും ചെയ്തത്. ഏകദേശം ഈ പാതയാണത്. ഈ പാതയെ ഇവിടെ നിന്നും ഈ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലം അങ്ങാടിയിലുണ്ടായിരുന്നു. ഈ പാലം ഇവിടെ മിസ്സിംഗ് ആണ്. ഈ പാലത്തിൽ ഇവിടെ ആ കോൺക്രീറ്റ് പാലത്തിൻ്റെ ഭാഗം പ്രേക്ഷകർക്ക് കാണാം. ഇത് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെയാണ് ഇനി ഒരു പാലം നിർമ്മിക്കേണ്ടത്. ഈ പാലം നിർമ്മിച്ചാൽ മാത്രമാണ് ഇക്കരയ്ക്ക് കടക്കാൻ കഴിയുക. അതാണ് ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. ഒലിച്ചു വന്ന വെള്ളം ഈ ഭാഗത്തെ മുഴുവനുള്ള പ്രദേശങ്ങളിലെയും വീടുകളെ അമ്പാടെ തകിടമറിച്ചതായിട്ട് കാണാം. നോക്കൂ, ഈ ഭാഗത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ പലതും അവിടെ നിന്ന് പറിച്ചെറിയപ്പെട്ടു. അങ്ങാടിയിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറുന്ന കാഴ്ച കണ്ടു. ഈ ഭാഗത്ത് വരെ വെള്ളം കയറി. നോക്കൂ, ഇവിടെയൊക്കെ ഒരു കാരണവശാലും ഇവിടെയുള്ള വെള്ളം ഈ കര കടന്ന് ഇവിടേക്ക് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ നോക്കൂ, ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലെ വെള്ളത്തിൻ്റെ ആഘാതം ഈ പ്രദേശത്തേക്ക് വലിയ മരക്കൂനകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, ഇവിടെയുള്ള വീടുകൾ തകർന്നു കിടക്കുന്നത്. അതായത് ഈ അങ്ങാടി കഴിഞ്ഞിട്ടും വെള്ളം കയറി കിടക്കുന്ന ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ഈ ഭാഗത്ത് പുഴ ഒഴുകുന്നത് ഇവിടെയാണ്. ഇത് സ്കൂളാണ്. അതിന് പുറകിൽ റോഡുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണ് ഇത് കിടക്കുന്നത്. ഇതെവിടെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കുന്ന പുഞ്ചിരിമട്ടത്തു നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാറിക്കിടക്കുന്ന ചൂരൽമല എന്ന് പറയുന്ന ഒരു അങ്ങാടിയിലെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. അവിടേക്കും വെള്ളം കുത്തിയൊലിച്ചൊഴുകുകയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു ഉരുൾപൊട്ടലിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആ സ്കൂളിൻ്റെ പരിസരം പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്കൂൾ പക്ഷേ നിലനിൽക്കുന്നുണ്ട്. സ്കൂളിൻ്റെ 1-ാം നില പൂർണ്ണമായിട്ടും മൂടിക്കഴിഞ്ഞ അവസ്ഥയിലുമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത്. അവിടെ
വെള്ളച്ചാട്ടമുണ്ട്, അവിടെ മനോഹരമായ മിസ്റ്റ് ഇറങ്ങുന്ന സ്ഥലമാണ്, കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും.